എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 2025 ഒക്ടോബർ 15-16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് ഏറ്റവും പുതിയ CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതുപോലെ ഏറ്റവും പുതിയ SCRT ഫാക്ടുകളൊക്കെ ഉൾപ്പെടുത്തിയാണ് ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ഈ പുസ്തകം ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി, അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായിട്ട് ടാലന്റ് ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകം നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അതുമല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ SCRT എന്ന് പറയുന്നത് പൊതുവെ പരീക്ഷയ്ക്ക് വളരെ പ്രയോജനകരമായ ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പുതിയ SCRT പാഠഭാഗങ്ങളെ ആസ്പദമാക്കിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ടാലന്റ് സംഘടിപ്പിക്കുകയാണ്. അതായത് ഇന്നും നാളെയുമായിട്ട് ടാലന്റിന്റെ തമ്പാനൂർ ബ്രാഞ്ചിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എക്കണോമിക്സിനുമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഫ്രീ മെറ്റീരിയൽസ് ആണ്. ഇനി ടാലന്റിൽ അഡ്മിഷൻ എടുത്തിട്ടില്ലാത്തവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കാം. ഞങ്ങളുടെ ക്ലാസിന്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയും ഒക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണിത്. സോ മാക്സിമം എല്ലാവരും ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുക. ഇതിൽ പങ്കെടുക്കാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ളത് ഒരു പുസ്തകത്തെ പറ്റിയാണ്. പുസ്തകത്തിന്റെ പേര് ഇതാണ്, അതായത് ഫൈൻഡിങ് മൈ വേ. എന്താണ് ഫൈൻഡിങ് മൈ വേ എന്ന് പറയുന്ന പുസ്തകം? അതായത് 2025 ഒക്ടോബറിൽ പുറത്തിറങ്ങാനിരിക്കുന്ന ഒരു ഓർമ്മക്കുറിപ്പുകളാണ് എന്തെന്ന് പറയുന്നത്, ഫൈൻഡിങ് മൈ വേ എന്ന് പറയുന്നത്. സോ ഈ പുസ്തകത്തിന്റെ രചയിതാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മലാല യൂസഫ്സായി. ആരാണ്? മലാല യൂസഫ്സായി ആണ്. നമുക്ക് എല്ലാവർക്കും ഒരുപാട് പരിചിതമായ ഒരു പേരാണ് മലാല യൂസഫ്സായി എന്ന് പറയുന്നത്. സോ മലാല യൂസഫ്സായിയുടെ ഏറ്റവും പുതിയ പുസ്തകം എന്താണ് പേര്? ഫൈൻഡിങ് മൈ വേ. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി മറ്റൊരു കാര്യം നമുക്ക് നോക്കി വെക്കാനുള്ളത് മലാലയുടെ ആത്മകഥയാണ്. ഏതാണ്? അയാം മലാല അല്ലേ? മലാലയുടെ ആത്മകഥ ഏതാ? അയാം മലാലയാണ്. അതുകൂടി നോട്ട് ചെയ്യുക. അതിനൊപ്പം തന്നെ മലാലയ്ക്ക് എന്താണ് സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. ഏതാ വർഷം? 2014. അപ്പോൾ 2014 മലാല യൂസഫ്സായിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? സമാധാന നൊബേൽ ലഭിച്ചിട്ടുണ്ട്. മലാലയ്ക്ക് മാത്രമാണോ? അല്ല, ഒരു ഇന്ത്യക്കാരനും കൂടി 2014 കിട്ടിയിട്ടുണ്ട്. കൈലാഷ് സത്യാർത്ഥി, അതായത് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകനായിട്ടുള്ള കൈലാഷ് സത്യാർത്ഥിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? 2014 തന്നെയാണ് സമാധാന നൊബേൽ ലഭിച്ചത്. സോ ആ ഒരു കാര്യം കൂടി ഇതിനൊപ്പം നോട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഒരു പുസ്തകമാണ്. ഫൈൻഡിങ് മൈ വേ എന്ന് പറയുന്ന പുസ്തകം ഒരു ഓർമ്മക്കുറിപ്പാണ്. മലാല യൂസഫ്സായിയുടേതാണ്. 2025 ഒക്ടോബറിൽ എന്ത് ചെയ്യും? അത് പുറത്തിറങ്ങും. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സാമ്പത്തിക നൊബേലാണ്. അപ്പോൾ ഇതോടുകൂടി നൊബേൽ എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി നൊബേലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ വീഡിയോ നമ്മൾ എന്തായാലും ചെയ്യും. ഇപ്പോൾ നോക്കി വയ്ക്കുക, 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേൽ 3 പേർക്കാണ് കിട്ടിയത്. എത്രയാണ്? 3 പേർക്കാണ് കിട്ടിയത്. ഇത് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോയൽ മൊക്കിയർ. ആരാണ്? ജോയൽ മൊക്കിയർ. ദെൻ ഫിലിപ്പ് അഗിയോൺ. ആരാണ്? ഫിലിപ്പ് അഗിയോൺ. ദെൻ പീറ്റർ ഹോവിറ്റ്. ആരാണ്? പീറ്റർ ഹോവിറ്റ്. അപ്പോൾ ഈ 3 പേർക്കുമാണ് പുരസ്കാരം കിട്ടിയെന്നുള്ള കാര്യം ഓർക്കുക. ഇതിൽ ഈ പറയുന്ന ജോയൽ മൊക്കിയറിന് ഈ സമ്മാനത്തുകയുടെ 2/1 ഭാഗം കിട്ടും. അതുപോലെ തന്നെ ബാക്കി 2 പേർക്കും 4/1 ഭാഗമായിരിക്കും. അതായത് പുരസ്കാരത്തിന്റെ പകുതി ആർക്കാണ് കിട്ടുക? ജോയൽ മൊക്കിയറിനാണ് കിട്ടുക. ബാക്കി 2 പേർക്കും എന്താണ് മിച്ചമുള്ള ആ പകുതിയെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇനി എന്തിനാണ് ഇവർക്ക് പുരസ്കാരം കിട്ടിയെന്ന് കൂടി നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഇതിൽ ഈ പറയുന്ന മൊക്കിയറിന് സാങ്കേതിക വിദ്യയുടെ വളർച്ചയിലൂടെ എന്താണ് സുസ്ഥിര വളർച്ച എന്ന് പറയുന്ന മേഖലയിലെ കണ്ടുപിടുത്തത്തിനും, ഇനി ബാക്കി 2 പേർക്കും ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനിലൂടെയുള്ള സുസ്ഥിര വളർച്ച എന്ന് പറയുന്ന മേഖലയിലെ കണ്ടെത്തലിനുമാണ് പുരസ്കാരം എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡ്, അതായത് നമ്മുടെ IUCNന്റെ WCPA, അതായത് വേൾഡ് കമ്മീഷൻ ഓൺ പ്രൊട്ടക്റ്റഡ് ഏരിയാസിന്റെ കെന്റൺ മില്ലർ അവാർഡ്. അപ്പോൾ എന്താണ് കെന്റൺ മില്ലർ അവാർഡാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? അപ്പോൾ കെന്റൺ മില്ലർ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യക്കാരി ആരാണ്? സൊനാലി ഘോഷ്. ആരാണ്? സൊനാലി ഘോഷ് ആണ്. വളരെ കൃത്യമായിട്ടൊന്ന് ഈ പേര് ഓർത്തു വയ്ക്കുക. അതായത് കാസിരംഗ നാഷണൽ പാർക്കിന്റെ ഫീൽഡ് ഡയറക്ടറാണ് ആരെന്ന് പറയുന്നത്? സൊനാലി ഘോഷ് എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അപ്പോൾ എന്താണ് ഇന്ത്യയിൽ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? വിശാഖപട്ടണമാണ്. ഈ വിശാഖപട്ടണം എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്ത് എന്ത് സ്ഥാപിതമാകാൻ പോവുകയാണ്? ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിതമാകാൻ പോവുകയാണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക.
ദെൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഉടമ്പടിയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം അല്ലേ, അതായത് ഗാസയിൽ ഒരുപാട് കാലം നീണ്ടുനിന്ന എന്താണ് വെടിവെക്കലിനൊക്കെ ശേഷം ഇപ്പോൾ ഒരു സമാധാനം വന്നിരിക്കുകയാണ്. അപ്പോൾ 2025 ഒക്ടോബറിൽ ഗാസ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി, അപ്പോൾ ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സമാധാന ഉച്ചകോടി എന്ത് ചെയ്തു, നടന്നു. എവിടെയാണ് നടന്നത്? അത് ഈജിപ്തിലാണ്. എവിടെയാണ്? ഈജിപ്തിലാണ് നടന്നത്. ഈ ഒരു ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിച്ചത് രണ്ട് രാജ്യങ്ങൾ, അതായത് രണ്ട് രാജ്യങ്ങളുടെ നേതൃത്വത്തിലാണ് എന്ത് ചെയ്തത്, നടന്നത്. ഈജിപ്തിന്റെയും അതുപോലെ തന്നെ അമേരിക്കയുടെയും ആ ഒരു കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. എന്നാണ് ഉച്ചകോടി നടന്നത്? അത് 2025. ഏതാണ്? 2025 ഒക്ടോബർ 13. 2025 ഒക്ടോബർ 13 എന്ത് ചെയ്തത്, ഈ ഒരു ഉച്ചകോടി നടന്നത്. അപ്പൊ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഈ ഒരു ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കീർത്തി വർദ്ധൻ സിംഗ്. കേട്ടോ, കീർത്തി വർദ്ധൻ സിംഗ് ആണ് ഈ ഒരു ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത്. അദ്ദേഹത്തിന്റെ പേര് കീർത്തി വർദ്ധൻ സിംഗ്. അദ്ദേഹം എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം സഹമന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം എന്താണ്? സഹമന്ത്രിയാണ്, വിദേശകാര്യ സഹമന്ത്രിയാണ്. ആരെന്ന് പറയുന്നത്? കീർത്തി വർദ്ധൻ സിംഗ്. സോ ആ ഒരു കാര്യം കൂടി നോട്ട് ചെയ്യുക. ദെൻ ഇനി അതിനൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഒപ്പുവെച്ച 4 രാജ്യങ്ങളാണ് ഈ ഒരു ഉച്ചകോടിയിൽ എന്താണ് തുടർന്ന് ഉടമ്പടി ഒപ്പുവെച്ചത് 4 രാജ്യങ്ങളാണ്. ഒന്ന് ഈജിപ്റ്റ്, ഒന്ന് അതുപോലെ തന്നെ USA ആണ്, അതായത് USA. ഇനി അതുപോലെ തന്നെ ഖത്തർ. ഇതാണ് ഖത്തർ. ഇനി അതുപോലെ തന്നെ തുർക്കി. സോ ഇവർ 4 പേരുമാണ് എന്ത് ചെയ്തത്, ഈ ഒരു ഉച്ചകോടിയെ തുടർന്നുള്ള ഉടമ്പടി എന്ത് ചെയ്ത ഒപ്പുവെച്ചത്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഫുട്ബോൾ ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം 2026 അടുത്ത ലോകകപ്പ് കാനഡ, അതുപോലെ തന്നെ എവിടെയൊക്കെ മെക്സിക്കോ, USA എന്നിവിടങ്ങളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ടല്ലേ. കാനഡ, USA, മെക്സിക്കോ എന്നിവിടങ്ങളിലായിട്ടാണ് അടുത്ത വർഷത്തെ 2026 ഫിഫ ലോകകപ്പ് നടക്കുക. സോ അതിലേക്കുള്ള യോഗ്യതാ മത്സരങ്ങൾ നടക്കുകയാണ്. സോ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കേപ്പ് വെർദെ എന്ന് പറയുന്ന ഒരു രാജ്യം അതിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു. ലോകകപ്പിലേക്ക് കേപ്പ് വെർദെ എന്ന് പറയുന്ന രാജ്യം യോഗ്യത നേടിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയുണ്ട്. അതായത് ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം, നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ട വാർത്ത അങ്ങനെയായിരിക്കും, ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്, കേപ്പ് വെർദെ ആണ്. പക്ഷേ ആ ചെറുത് എന്ന് പറയുന്നത് ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള കണക്കാണ്. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യം. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യാ നിരക്ക് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ രണ്ടാമതുള്ള രാജ്യം എന്ന് പറയുന്നത് കേപ്പ് വെർദെയാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. 2026 ലോകകപ്പിനാണ് എന്ത് ചെയ്തത്, അവർ യോഗ്യത നേടിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമായിട്ട് ഇതുപോലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യം, അതായത് ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള രാജ്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2018 റഷ്യ ലോകകപ്പില് യോഗ്യത നേടിയ ഏതാണ്, ഐസ്ലൻഡ് ആണ്. കേട്ടോ, ഐസ്ലൻഡ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത്, നമുക്കറിയാം 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റ് എവിടെ വെച്ച് നടക്കുകയായിരുന്നു, ഒഡീഷയിൽ അല്ലേ. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് വേദി. അപ്പോൾ 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റ് ഒഡീഷയിൽ വെച്ച് നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഓവറോൾ നേടിയത് ആരാണ്, തമിഴ്നാടാണ് ഓവറോൾ കിരീടം നേടിയത്. ഇനി രണ്ടാമത് ഈ ഒരു മെഡൽ ടേബിളിൽ രണ്ടാമത് വന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹരിയാന. രണ്ടാമത് ആരാണ്, ഹരിയാനയാണ്. സ്വാഭാവികമായിട്ടും ഒരു മെഡൽ ടേബിളൊക്കെ അല്ലേ, അതും നമ്മുടെ നാഷണൽ ലെവലിലല്ലേ. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം കൂടി എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 5 ആണ്. കേട്ടോ, 5 ആണ്. അപ്പോൾ 5ാം സ്ഥാനത്താണ് കേരളം. അപ്പോൾ 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് മീറ്റ്. അപ്പോൾ വേദി എന്ന് പറയുന്നത് ഒഡീഷയാണ്. അതിൽ ഓവറോൾ നേടിയത് തമിഴ്നാടാണ്. ദെൻ സെക്കൻഡ് ഹരിയാന. ഇനി നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്, 5ാമതാണ്. അപ്പോൾ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി അടുത്ത് നോക്കാനുള്ള പോയിന്റ് 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ്, അതിൽ കിരീടം നേടിയത് ആരെന്നാണ്, അർജന്റീന. അപ്പോൾ 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പിൽ കിരീടം നേടിയത് ആര്, അർജന്റീനയാണ്. ഓൾറെഡി നമ്മൾ ഈ വേദി പറഞ്ഞിട്ടുണ്ടല്ലേ, എവിടെ വെച്ചാണ് നടക്കുന്നത്, കൊച്ചിയിൽ വെച്ചാണ്. അപ്പോൾ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ ഒരു ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് നടന്നത്. ജേതാക്കൾ അർജന്റീനയാണ്. ജസ്റ്റ് റണ്ണറപ്പ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക, ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ്. അപ്പോൾ ആരാണ്, ഇംഗ്ലണ്ടാണ് റണ്ണറപ്പ്. അപ്പോൾ 2025 എന്താണ് വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ് കൊച്ചിയിൽ വെച്ച് നടന്നു. ജേതാക്കൾ എന്ന് പറയുന്നത് അർജന്റീനയാണ്. ആരെ പരാജയപ്പെടുത്തി, ഇംഗ്ലണ്ടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി അടുത്തത് പ്രഥമ ആർച്ചറി ലീഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് 2025 നടന്നു. എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹി. എവിടെയാണ്, ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്ത് ചെയ്തത്, നടന്നത്. ഇനി അതിൽ കിരീടം നേടിയത് ആരാണ്, പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗിൽ കിരീടം നേടിയത് ആരാണ്, അത് രജപുത്താന റോയൽസ്. എന്താണ്, രാജ്പുത്താന റോയൽസ് ആണ്. കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ദെൻ ഇതിൽ റണ്ണറപ്പ് ആയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൃഥ്വിരാജ് യോദ്ധ. ആരാണ്, പൃഥ്വിരാജ് യോദ്ധയാണ്. അപ്പോൾ ഈ രണ്ട് പേരുകളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. പ്രഥമ
ആർച്ചറി പ്രീമിയർ ലീഗിൽ കിരീടം നേടിയത് രജ്പുത്താന റോയൽസ് ആണ്. ഇനി വേദി ന്യൂഡൽഹി ആണെന്ന് പറഞ്ഞു. ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറും ഓൾറെഡി തന്നെ നമ്മൾ പറഞ്ഞു അല്ലേ, ആരാണ്? രാം ചരൺ ആണ്. അപ്പോൾ രാം ചരൺ ആണ് എന്തെന്ന് പറയുന്നത്, ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഇപ്പോൾ രാം ചരൺ നമുക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമല്ലേ, അതായത് RRR സിനിമയിൽ അമ്പയുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കാം. ഇനി അങ്ങോട്ട് ഒരുപാട് എക്സാംസ് വരാനിരിക്കുകയാണ്. പ്രത്യേകിച്ച് 2027 LDC വരാനുണ്ട്. അതുപോലെ തന്നെ വില്ലേജ് ബിൽഡർ അസിസ്റ്റന്റ്, ബെബ്കോ LD പോലുള്ള പരീക്ഷകളൊക്കെ വരാനുണ്ട്. സോ ഈ 10th ലെവൽ എക്സാമിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കായിട്ട് ടാലന്റിന്റെ ഏറ്റവും പുതിയ LDC ബുക്ക് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ പുതിയ SCRT ഫാക്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻവർഷ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com-ലും ഈ ബുക്കുകൾ ലഭ്യമാണ്. ഇനി അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ നമുക്ക് ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? ഒരു പുസ്തകമാണ് ഫൈൻഡിങ് മൈ വേ എന്ന് പറയുന്ന പുസ്തകം. ആരുടെ പുസ്തകമാണ്? മലാല യൂസഫ്സായിയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. 2025 ഒക്ടോബറിൽ എന്ത് ചെയ്യുന്നു? ആ പുസ്തകം പുറത്തിറങ്ങാൻ പോവുകയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് സാമ്പത്തിക ശാസ്ത്ര നൊബേൽ, 2025 സാമ്പത്തിക ശാസ്ത്ര നൊബേലാണ്. 3 പേർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജോയൽ മൊക്കിയർ, അതുപോലെ തന്നെ ഫിലിപ്പ് അഗിയോൺ, ദെൻ പീറ്റർ ഹോവിറ്റ്. അപ്പോൾ ഇവർക്ക് 3 പേർക്കുമാണ് നൊബേൽ ലഭിച്ചതെന്ന് പറഞ്ഞു. ഇതിൽ ഈ പറയുന്ന എന്താണ്, ജോയൽ മൊക്കിയറിന് എന്ത് ചെയ്യും? പുരസ്കാരത്തിന്റെ പകുതി കിട്ടും, ബാക്കി പകുതി ഈ 2 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. കാരണം ഈ അടുത്ത ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അത്തരത്തിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക. അതിനുശേഷം പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? IUCNന്റെ WCPIയുടെ കെൻറ്റൺ മില്ലർ അവാർഡ് നേടിയ ആദ്യ ആരാണെന്ന് പറഞ്ഞു? സൊനാലി ഘോഷാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് കാണുന്നതിനിടയ്ക്ക് തന്നെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, അതായത് ടാലന്റിന്റെ ഓൺലൈൻ ഓഫ്ലൈൻ കോഴ്സുകളിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സോ അങ്ങനെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഒരു ഫോം കൊടുത്തിട്ടുണ്ട്, ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ഫില്ല് ചെയ്താൽ മാത്രം മതിയാവും. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. അതുവഴി നിങ്ങൾക്ക് ഞങ്ങളുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ഒക്കെ കിട്ടുന്നതാണ്. ഇനി അതിനുശേഷം നമ്മൾ നോക്കിയ പോയിന്റ് എന്തായിരുന്നു? ഇന്ത്യയിൽ ഗൂഗിളിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഹബ്ബ് സ്ഥാപിതമാകുന്നത് എവിടെയാണെന്ന് പറഞ്ഞു. അത് വിശാഖപട്ടണത്ത്. എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ദെൻ അതിനുശേഷം എന്താണ്? ഉച്ചകോടിയെ പറ്റി പറഞ്ഞു അല്ലെ, ഗാസ യുദ്ധത്തെ പറ്റിയുള്ള ഒരു ഉച്ചകോടിയാണ്. അതായത് ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അന്താരാഷ്ട്ര സമാധാന ഉച്ചകോടി എവിടെ വെച്ച് നടന്നു? ഈജിപ്തിൽ വെച്ച് നടന്നു. ഇതിനെ മുൻകൈ എടുത്തത് ഈജിപ്തും അതുപോലെ തന്നെ ആരുമാണ്? അമേരിക്കയുമാണ്. അത് കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. 4 രാജ്യങ്ങൾ എന്ത് ചെയ്തു? ഇതിനെ തുടർന്നുണ്ടായ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. അതായത് ഖത്തർ, അതുപോലെ തന്നെ തുർക്കി, ഈജിപ്റ്റ്, അമേരിക്ക എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൂടി നോട്ട് ചെയ്യുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ലോകകപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അതായത് ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യം ഏതാണെന്ന് പറഞ്ഞു. അത് കേപ്പ് വെർദെയാണ്. അപ്പോൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. പത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ട വാർത്ത ഇങ്ങനെയായിരിക്കും, ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ 2ാമത്തെ രാജ്യം എന്നായിരിക്കും. ഒരിക്കലും അത് ഏരിയ ബേസിസിലല്ല, എന്താണ്? പോപ്പുലേഷൻ ബേസിലാണ് കേട്ടോ. അപ്പോൾ പോപ്പുലേഷൻ ബേസിസിൽ ലോകകപ്പിന് യോഗ്യത നേടിയ ഏറ്റവും ചെറിയ രാജ്യം എന്ന് പറയുന്നത് ഐസ്ലൻഡും, 2ാമത്തെ ആരാണ്? കേപ്പ് വെർദെയാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് 40ാമത് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിൽ ഓവറോൾ കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. തമിഴ്നാടാണ്. വേദി ഒഡീഷയാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് എത്രാമതാണ്? 5ാമതാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് നമ്മുടെ കൊച്ചിയിൽ വെച്ച് കിടന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഈവന്റ് ആയിരുന്നു. അതായത് 2025 വനിതാ ബ്ലൈൻഡ് ഫുട്ബോൾ ലോകകപ്പ്. കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു അല്ലെ, അർജന്റീനയാണ് കിരീടം നേടിയത്. ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തിയെന്നും പറഞ്ഞു. ദെൻ അതിനുശേഷം ആദ്യമായിട്ട് നടന്ന ഒരു പ്രീമിയർ ലീഗിനെ പറ്റി പറഞ്ഞു. അതായത് 2025 ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നു? ഒരു ആർച്ചറി പ്രീമിയർ ലീഗ് ഇന്ത്യയിൽ നടന്നു. നമുക്കറിയാം പല കായിക മേഖലകളിൽ ഒരുപാട് പ്രീമിയർ ലീഗുകളുണ്ട്. ഇപ്പോൾ ക്രിക്കറ്റിലായിക്കോട്ടെ, ഫുട്ബോളിലായിക്കോട്ടെ, ഹോക്കിയിലായിക്കോട്ടെ. അപ്പോൾ അതുപോലെ എന്താണ്? ആർച്ചറി പ്രീമിയർ ലീഗ്, പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് നടന്നിരിക്കുന്നു. അതിൽ കിരീടം നേടിയത് ആരാണ്? രജ്പുത്താന റോയൽസ് ആണ്. കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അതിൽ 2ാമത് വന്നത് ആരാണ്? പൃഥ്വിരാജ് യോദ്ധാസ് ആണ്. ദെൻ വേദി ന്യൂഡൽഹി ആണ്. ഇനി അതുപോലെ തന്നെ ബ്രാൻഡ് അംബാസിഡർ ഓർമ്മയുണ്ടാവണം ആരാണ്? രാം ചരൺ ആണ്. അപ്പോൾ ഇത്രയും കാര്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ആദ്യ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതയായത് ആരെന്നാണ് ക്വസ്റ്റ്യൻ. കരീന കപൂർ, കങ്കണ റണൌട്ട്, ദീപിക പദുക്കോൺ, ആലിയ ഭട്ട്. അപ്പോൾ ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. 2ാമത്തെ ചോദ്യം, സാവൽകോട്ട് ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് ഏത് നദിയിലെന്നാണ്. ചലം, ചെനാബ്, രവി, ബിയാസ്. അപ്പോൾ ശരിയുത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഒക്ടോബറിൽ ബെബ്കോ ചെയർമാനായിട്ട് നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഇതിന്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, MR അജിത് കുമാർ. ആരാണ്? MR അജിത് കുമാർ ആണ്. ബെബ്കോയെ പറ്റിയൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ ബെബ്കോ LD ഒക്കെ വരാനുണ്ട്. ഏറ്റവും കൂടുതൽ ബോണസ് ഒക്കെ കിട്ടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ ഇപ്പോഴേ തന്നെ കറക്റ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിക്കോ. അപ്പോൾ ഏതൊരു PSC കോഴ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്നവർക്കും ചാനലിൽ ഓഫ്ലൈനും ഓൺലൈൻ ബാച്ചുകളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഫില്ല് ചെയ്താൽ മതി കേട്ടോ.
ദെൻ രണ്ടാമത്തെ ചോദ്യം, കുട്ടികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ആദ്യത്തെ ദേശീയ ശിശു സംരക്ഷണ നയം ആരംഭിച്ച രാജ്യം ഏതെന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ എൻ്റെ റൈറ്റ് ആൻസർ ചെയ്താ ഫിജി ആണ് കേട്ടോ, ഫിജി ആണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഒക്ടോബർ 15-16 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.